ആത്മമിത്രം ആത്മമിത്രം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭ എന്ന ചുരുക്ക നിമിഷത്തെ പഠനത്തിലെ 46 പാഠങ്ങൾ, 47 പാഠം കഴിഞ്ഞ് 48ാമത്തെ പാഠത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ പാഠത്തിൽ ശുശ്രൂഷകർ ആരെല്ലാമാകുന്നു എന്ന് നാം പറഞ്ഞു. എന്നാൽ ഓരോ പ്രാദേശിക സഭയിലും ശുശ്രൂഷക്കാർ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ഒടുവിലായിട്ട് പറഞ്ഞു. അതിൻ്റെ ആവശ്യം എന്തുകൊണ്ടാണെന്ന്, ഓരോ ശുശ്രൂഷ വരങ്ങൾക്കും അനുയോജ്യമായി ആ വരങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ചുരുക്കം വാക്കിൽ പറഞ്ഞു. അതിലൊരു വിശകലനം ഇനി ഞാൻ പറയും. എന്തുകൊണ്ട് പ്രാദേശിക സഭകളിൽ ശുശ്രൂഷ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞത്, അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ചില വാക്യങ്ങളിൽ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ മേശമേലിൽ ശുശ്രൂഷിക്കുന്നത് യോഗ്യമല്ല, അഥവാ ദൈവവചനം പ്രാർത്ഥനയെ ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷിക്കുന്നത് യോഗ്യമെന്ന് പറഞ്ഞാൽ സഭയുടെ ബാഹ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്നുവെച്ചാൽ മൂപ്പന്മാരും ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാരെ അവിടെ കൂടെ നിന്ന് അവരുടെ കീഴിൽ മറ്റ് ജോലികൾ ഉണ്ട്. സഭയിൽ അവിടെ വിധവമാരുണ്ട്, രോഗികളുണ്ട്, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ എല്ലാം ചില ശുശ്രൂഷകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ ശുശ്രൂഷകർ മാത്രമല്ല, അവരെ മൂപ്പന്മാരുടെ ശുശ്രൂഷകൾ തികയ്ക്കുന്നതിനും അവരുടെ ആവശ്യമുണ്ട്. എനിക്കിപ്പോൾ ഇന്ന് ഒരു ഭവനത്തിൽ പോകണം, പക്ഷെ ഇന്ന് എന്നെ കൊണ്ട് സാധ്യമല്ലെങ്കിൽ എൻ്റെ കൂട്ടു സഹോദരനായ ഒരു ശുശ്രൂഷകനെ അയച്ച് ആ കാര്യം സാധിക്കാവുന്നതാണ്. പൗലോസ് അങ്ങനെ പലരെയും പല സ്ഥലത്തേക്ക് അയക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കും അവർ ഉപയോഗിക്കപ്പെടും. അത് ഞാൻ പറയട്ടെ. ഓരോ ശുശ്രൂഷയും കൃപാവരങ്ങൾക്ക് അനുയോജ്യമായിരിക്കണം. അതാകുന്നു റോമർ 12:1-2 പറഞ്ഞത്. ഒന്നാമത്, ഓരോ ശരീരങ്ങളും വ്യക്തികളും, സഭയുടെ അവയവങ്ങളാകിയ വ്യക്തികൾ പരിശുദ്ധാത്മാവ് പങ്കിടുന്ന കൃപാവരങ്ങൾക്ക് ഒത്തവണ്ണം ശുശ്രൂഷിക്കേണ്ടതിന് അവരെ ഒരു യാഗമായി സമർപ്പിക്കപ്പെടണം. അവിടെ ആ കാര്യം പറഞ്ഞു. റോമർ 12:6-8 ഈ കൃപാവരങ്ങളെക്കുറിച്ച് പറയുന്ന വേദഭാഗങ്ങളാണ് പറയുന്നത്. റോമർ 12:6-8, 1 Corinthians 12:4 മുതൽ 9 വരെ, എഫേസ്യർ 4:11, 1 പത്രോസ് 4:10. ഈ ഭാഗങ്ങളാണ് കൃപാവരങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ വരങ്ങൾ നേതൃത്വ വരങ്ങളുണ്ട്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാർ, ഇവർ നേതൃത്വപരമാണ്. 1 Corinthians 12:28, എഫേസ്യർ 4:11, അപ്പോസ്തലപ്രവൃത്തി 20:28 ഇവരെ നിയമനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ നേതൃത്വ നിരയിലേക്കുള്ള അടിസ്ഥാന നേതൃത്വത്തിനുള്ള നിരകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ അപ്പോസ്തല, പ്രവാചക, ഉപദേഷ്ടാക്കളുടെ വരം വെളിപ്പെടുത്തുന്ന കാര്യം ആദ്യം പറയുന്നിടത്ത് 1 Corinthians 12:28 അവിടെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷന്മാരെക്കുറിച്ച് പറയും. അവിടെ പറഞ്ഞു ദൈവം ഒന്നാമത് സഭയിലെന്ന് പറഞ്ഞിട്ട് ആ കാര്യം പറഞ്ഞു. 2 എഫേസ്യർ 4:12 കർത്താവ് ചിലരെ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നിടത്ത് അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയന്മാരായ ഉപദേഷ്ടാക്കർ, അത്രയും കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അധ്യക്ഷ നിയമനത്തെക്കുറിച്ച് പറയുന്നിടത്ത് അപ്പോസ്തലപ്രവൃത്തി 20:28 പരിശുദ്ധാത്മാവ്, അങ്ങനെ പിതാപുത്ര പരിശുദ്ധാത്മാവാണ് കൃപാവരങ്ങൾ നൽകുന്നത്. ആ കാര്യത്തിന് തർക്കമേതുമില്ല. അപ്പോൾ എന്നാൽ ഇപ്പോൾ സഭയുടെ, അപ്പോൾ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന ഏക ദൈവത്തിൻ്റെ തന്നെയാണ് സഭാ നേതൃത്വത്തിൽ നൽകുന്ന വരങ്ങളെല്ലാം. ഇന്ന് സഭയുടെ ദൈവിക ആളത്വം സഭയിൽ വസിച്ച് സഭയോട് സംസാരിക്കുന്നതും സഭയിൽ കൂടെ ലോകത്തോട് സംസാരിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. ആയാൽ സഭയുടെ പ്രതിദിന വളർച്ചയ്ക്ക് ആവശ്യമായ വരങ്ങൾ, കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവ് വ്യക്തികളെ പരിശോധിച്ച് വിഭജിച്ച് നൽകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. 1 Corinthians 12:4 മുതൽ 11 വരെ നോക്കുമ്പോൾ ഇവിടെ 11-ാം വാക്യം നോക്കൂ. ആത്മാവിൻ്റെ ഇച്ഛയ്ക്ക് അനുസൃതമായിട്ട് വരങ്ങൾ ലഭിക്കുന്നു.
വരമെന്നാൽ എന്താകുന്നു? തിരിച്ചെടുക്കാത്ത ദാനമാണ്. എന്നാൽ ദൈവസഭയ്ക്ക് നൽകുന്ന വരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ മാത്രം നടക്കുന്നതാണ്. 1 രാജാക്കന്മാർ 3:5 യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി നിനക്ക് വേണ്ട വരം ചോദിച്ചോളാൻ പറഞ്ഞു. എന്നാൽ 3:9 ശലോമോൻ വിവേകമുള്ള ഒരു ഹൃദയമാണ് ചോദിച്ചത്. അതാകുന്നു ശലോമോൻ്റെ ജ്ഞാനം. മത്തായി 13:11 കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ വരം ലഭിച്ചിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു. പിന്നെ ലൂക്കോസ് 8:10 ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. സബരിപുത്രന്മാരുടെ അമ്മ കർത്താവിനോട് അടുത്ത് വന്ന് പറഞ്ഞു തൻ്റെ മക്കൾക്ക് കർത്താവിൻ്റെ ഇടത്തും വലത്തിരിക്കാനുള്ള വരം വേണമെന്ന് ചോദിക്കുന്നതായിട്ട് കാണാൻ കഴിയും. കർത്താവ് പറഞ്ഞു അത് തരുന്നത് പിതാവിൻ്റെ ഇഷ്ടമാണ്, അതെന്തായിരിക്കും എന്നുള്ളത് ദൈവത്തിനെ അറിയൂ എന്ന് വെച്ചാൽ പിതാവ് ഇച്ഛിക്കുന്നതാണെന്ന് പറഞ്ഞു. സഭയുടെ വളർച്ചയ്ക്ക് വരങ്ങൾ, നേതൃത്വ വരങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞു. അവയാണ് അപ്പസ്തല പ്രവാചകന്മാർ. അവരുണ്ടായിരുന്ന അപ്പസ്തല പ്രവാചക വരങ്ങൾ, അവരുടെ ലക്ഷണങ്ങൾ 2 കൊരിന്ത്യർ 12:11 പറഞ്ഞിട്ടുണ്ട്. അപ്പസ്തല ലക്ഷണങ്ങൾ പറയുന്നത് പൂർണ്ണ സഹിഷ്ണുത, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വിവിധ വീര്യപ്രവൃത്തികൾ. എബ്രായർ 2:3 1-ാം ഘട്ട വരങ്ങളെക്കുറിച്ച് പറഞ്ഞു. എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതുമായി കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ. അപ്പോൾ ആദ്യം അതേ കാര്യം തന്നെ നമുക്കറിയാം. മർക്കോസ് 16:20 പറഞ്ഞു കർത്താവിനോട് കൂടി ഇരുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് കിട്ടിയ വചനത്തിലെ അടിസ്ഥാനമായ ആ പൂർവ്വ വരങ്ങളുണ്ടല്ലോ, അപ്പസ്തല പ്രവാചക തത്വങ്ങളിലുണ്ടായിരുന്ന വരങ്ങൾ, ആ വരങ്ങൾ അടിസ്ഥാനത്തിലെ പണിയോടുകൂടെ അത് പൂർണ്ണമായതാണ്. ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞത്, അവർ പറഞ്ഞ അപ്പസ്തലന്മാർ ഇപ്പോഴും ഉണ്ട് എന്ന് വാദിക്കുന്നു, എല്ലാ വരങ്ങളും സഭയ്ക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവരങ്ങനെ പറയുകയും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ഇല്ലാത്തത് ഉണ്ടെന്ന് കാണിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് രാജാവ് നഗ്നനായി നടന്നതുപോലെ അനേക ക്രമക്കേടുകൾ ഈ യൂട്യൂബിലൊക്കെ ഇപ്പോൾ കാണാൻ കഴിയും. ദൈവം ഒരാളോട് റൂമിൽ വെച്ച് ഫോണിൽ സംസാരിച്ച് കാര്യമൊക്കെ കേൾക്കാറായി. ഇതെല്ലാം ഈ രാജാവ് ഏറ്റവും ആരും ഒരിക്കലും ധരിക്കാത്ത വസ്ത്രം ധരിച്ച നെയ്ത്തുകാരനോട് പറഞ്ഞു. അയാളൊന്നും നെയ്തില്ല. രാജാവിൻ്റെ തിരിച്ചറിവ് മനസ്സിലാക്കാനായിട്ട് അയാൾ പറഞ്ഞു ഈ വസ്ത്രം വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ സത്യമുള്ളവർക്ക് കാണാൻ പറ്റുള്ളൂ എന്നത്. അപ്പോൾ രാജാവ് ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നതായിട്ട് ആൾ എല്ലാം കാണിച്ചു കൊടുത്തു. രാജാവ് അങ്ങനെ വസ്ത്രം ധരിച്ചു പോയി. കണ്ടവരൊക്കെ പറഞ്ഞ് രാജാവിൻ്റെ ഉഗ്രം വസ്ത്രമാണെന്ന് പറഞ്ഞു. കാരണം സത്യമുള്ളവരാണല്ലോ നാട്ടിലുള്ളവരല്ല. പക്ഷേ ഒരു ചെറിയ പയ്യൻ പറഞ്ഞ രാജാവ് തുണി കൊടുത്തിട്ടില്ല എന്നത്. ഇതാണ് സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വരങ്ങളെല്ലാം ഇന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്നാം അപ്പസ്തല പ്രവാചക ലക്ഷണ വരങ്ങൾ, ആ അത്ഭുത വരങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളൊക്കെ തന്നെ അടിസ്ഥാന പണിക്ക് ഉപയോഗിച്ചതാണ്. ഇപ്പോൾ മേൽപ്പണിയുന്നവരാണ്. ഈ മേൽപ്പണിയുന്നതിന് ആവശ്യമായ കൃപാവരങ്ങളാണ് റോമർ 12 നാം കണ്ടത്. ആ വരങ്ങളെ ആ വരങ്ങളെല്ലാമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ ആ അത്ഭുത വരങ്ങളുടെ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 2:4 അന്യഭാഷയാണ് ഏറ്റവും സുവിശേഷീകരണത്തിന് ആദ്യമായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ട് ഒന്നാമത് ഉപയോഗിച്ചത് അന്യഭാഷകളിലാണ്. ഭാഷകളിലാണ്. പിന്നെ തുടർന്നുള്ള കാര്യം 2:4 അപ്പോസ്തലപ്രവൃത്തി 2:4 അത് കണ്ടു. 3-ാം അധ്യായത്തിൽ നമുക്കറിയാം അവിടെ അമ്മയുടെ ഗർഭം മുതൽ നടക്കാത്ത ഒരു മനുഷ്യനെ പത്രോസും യോഹന്നാനും പോയി അദ്ദേഹത്തെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൈവേടിച്ച് ഉയർത്തി. അത് വീര്യപ്രവൃത്തികളുടെ വരമായിരുന്നു. ആ വരം ഉപയോഗിച്ചായിട്ട് കാണാം. 5-ാം അധ്യായത്തിലെ ജ്ഞാനവരം അഥവാ ആത്മാക്കളുടെ വിവേചനം, ഒരു കുടുംബം വ്യാജം പ്രവർത്തിച്ചു, അത് കാണാനായിട്ട് പത്രോസിന് കഴിഞ്ഞു. പത്രോസ് ആ കാര്യം കണ്ടു, അവരെ ശിക്ഷ വിധിച്ചായിട്ട് കണ്ടു. പിന്നീട് കാണുന്നത് അപ്പോസ്തലപ്രവൃത്തി 5:40 അവിടെ അടി കൊണ്ടു, അവരെ നല്ല അടി കൊടുത്തു. സഹിഷ്ണുതയുടെ വരം അപ്പോസ്തല ലക്ഷണമാണ്. ആ സഹിഷ്ണുത, അടി കൊണ്ടിട്ടും അവർ സന്തോഷിക്കുന്ന വരം. അപ്പോൾ ഈ വരങ്ങളെല്ലാം അടിസ്ഥാനത്തിൽ പണിതാണ്. അടിയൊക്കെ എപ്പോഴും കൊള്ളുന്നുണ്ട് എന്നാൽ അവിടെ ആ കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ എല്ലാം തീർന്നു. ആ അടിസ്ഥാനത്തിൽ പണി കഴിയും. ഇനിയും ഇപ്പോഴാരെങ്കിലും അടി കൊള്ളുന്നുണ്ടെങ്കിലും കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിലും
അവർ നിവർത്തിച്ച കാര്യങ്ങളുടെ പൂരിപ്പിക്കലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവർ ചെയ്ത് കാണിച്ചതിനെ പിന്തുടരുകയാണ് ഇപ്പോൾ ചെയ്തത്. അതുകൊണ്ട് അവരെപ്പോലെ അല്ല, അവർ ചെയ്തതിന് പുറകിലായിട്ട് പൂരിപ്പിക്കുന്നതാണ് ഇപ്പോൾ ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞൊരു വാക്ക് ഞാൻ എടുത്തു പറഞ്ഞാൽ മനസ്സിലാവും. ഒരുവന് എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കർത്താവ് മുമ്പ് ക്രൂശെടുത്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തലന്മാർ, അടിസ്ഥാന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ചെയ്ത കഷ്ടങ്ങളും അവരനുഭവിച്ച എല്ലാ കാര്യങ്ങളുടെയും പിന്തുടർച്ചയായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും അല്ല. അപ്പോൾ അതിലുള്ള കാര്യമാണ് ആ പറഞ്ഞത്. അപ്പോൾ എന്നാൽ കർത്താവ് വരുവോളം സഭയുടെ നിലനിൽപ്പിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ നിയന്ത്രണത്താൽ റോമർ 12:6 പറയുന്ന വരങ്ങൾ ഉണ്ടായിരിക്കും. അത് കഷ്ടം ഒരു വരമാണ്. ഫിലിപ്പിയ ലേഖനം 1:29 നോക്കുക. ഇത് കഷ്ടമൊരു വരമാണ്. ക്രൂശ് ചുമക്കുന്നവരെ അത് എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എന്ന് വരെയാണ്. കഷ്ടം ഒരു വരം എന്ന് പറഞ്ഞാൽ കർത്താവ് കഷ്ടം, നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് പറഞ്ഞത് ക്രൂശ് ചുമക്കുന്നതാണ്. ക്രൂശ് ചുമക്കുന്നത് അവസാനിക്കുന്നത് എന്നാണ്, മരണം വരെയാണ്. അപ്പോൾ മരണം വരെ അല്ലെങ്കിൽ കർത്താവിന് വരെ ഒരു വിശ്വാസിക്ക് കഷ്ടമുണ്ട്. അത് വിശ്വാസത്തിന് വേണ്ടിയുള്ള കഷ്ടമാണ്. ചിറങ്ങും ചൊറിയും ക്യാൻസറിൻ്റെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. വിശ്വാസം സംബന്ധിച്ച് അനുഷ്ഠിക്കുന്ന, വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കേണ്ടി വരുമ്പോൾ നഷ്ടവും വരുന്ന കഷ്ടവും, ശരീരത്തിൽ രോഗങ്ങൾ വരുമ്പോൾ ആ രോഗങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നൊരു കാര്യമാണ്. ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം അനുഭവിച്ച് തൃപ്തി അടയുന്ന കാര്യം, എല്ലാം സഹിക്കുന്ന കാര്യമാണ് അവിടെ. അപ്പോൾ ഈ കാര്യങ്ങൾ ക്രൂശ് ചുമക്കുന്നവരെ മത്തായി 16:24, ലൂക്കോസ് 9:23-24 വരെ എന്ന് വരെയാണ് ക്രൂശ് ചുമക്കുന്നത്. മരണം വരെയാണ്. കർത്താവിൻ്റെ വരവ് വരെയോ മരണം വരെയോ. ഈ വരങ്ങൾ പൊതുപ്രയോജനത്തിനായിട്ടാണ് നൽകുന്നത്. ഈ നൽകുന്ന വരങ്ങളെല്ലാം പൊതുപ്രയോജനത്തിന് നൽകുന്ന, എൻ്റെ വ്യക്തിപരമായ ഉപയോഗത്തിനല്ല, സഭയുടെ വളർച്ചയ്ക്കായി. ഉദാഹരണം, ഞാൻ എൻ്റെ വായ കൊണ്ട് ആഹാരം വായിക്ക് നൽകുന്നത് വയറ് നിറയാനാണെന്നാണ് സാധാരണ പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രയോജനം എൻ്റെ എല്ലാ അവയവങ്ങൾക്കുമാണ്. എൻ്റെ അവയവങ്ങൾ ക്ഷീണിക്കാതെ ഊർജം പകരാൻ, അതിൽ നിന്ന് ആ ആഹാരം ദഹിച്ച് അതിൽ നിന്ന് ഉണ്ടാകുന്ന കൊഴുപ്പ്, അതിൽ ലഭിക്കുന്ന രക്തം, അതിലുള്ള എല്ലാ ശരീരത്തിന് വേണ്ട ധാതുക്കളെല്ലാം എല്ലാ സ്ഥലത്തേക്കും വ്യാപിക്കുന്ന അത് ദഹനപാത്രം ദഹിപ്പിക്കുന്നു. അതിൻ്റെ കൊഴുപ്പ് വലിച്ചെടുത്ത് അതിൻ്റെ പ്രക്രിയ പാൻക്രിയാസൊക്കെ നടത്തി വേർതിരിച്ചൊക്കെ എല്ലാ അവയവങ്ങൾക്കും പോഷണം തരും. അപ്പോൾ അത് ഇങ്ങനെ ഈ എല്ലാ അവയവങ്ങൾക്കും പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ്, ഈ ശരീരത്തിന് മുഴുവൻ പ്രയോജനത്തിന് വേണ്ടിയാണ് ആഹാരം കഴിക്കുന്നത്. അതുപോലെ തന്നെയാണ് കൃപാവരങ്ങളുടെ കാര്യത്തിൽ. എല്ലാ കൃപാവരങ്ങളും തന്നെ പൊതുപ്രയോജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ കാര്യം പ്രത്യേകിച്ച് തിരുവെഴുത്ത് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മ നിയന്ത്രണത്തിലാണ് ഞാൻ പറഞ്ഞു. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പോസ്തലപ്രവൃത്തി 2:4 പരിശുദ്ധാത്മാവ് അന്ന് സഭ സ്ഥാപിച്ചപ്പോൾ ആദ്യം കൊടുത്ത വരം സുവിശേഷം അറിയിക്കാനുള്ള അന്യഭാഷകളുടെ വരമാണ്. ആ വരം ലഭിച്ചപ്പോൾ അവരെല്ലാവരും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അന്ന് 3000 പേര് അന്ന് 3000 പേര് സഭയോട് ചേർന്ന് സഭ വളർന്നു. ഈ വരങ്ങളെല്ലാം സഭയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടിയുള്ളതാണ്. അപ്പോസ്തലർ 16:6 ആസിയർ പ്രസംഗിക്കരുതെന്നും പറഞ്ഞു. ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് അവരെ അയച്ചത് പരിശുദ്ധാത്മാവാണ്. പക്ഷേ ആസിയയിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ്. ഇപ്പോൾ സകല വരങ്ങൾ മാത്രമല്ല, വരങ്ങൾ നൽകപ്പെട്ട വ്യക്തികളെയും ആത്മനിയന്ത്രണത്തിന് കീഴിലാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ കൃപാവരങ്ങളുടെ ഒരു പരിപൂർണ വിവരണം എന്ന നിലയിലാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത് വരങ്ങൾ, ആ അടിസ്ഥാനത്തിൽ പറഞ്ഞ് ആ വരങ്ങളെല്ലാം തന്നെ സഭയുടെ പൊതുപ്രയോജനത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു അവിടെ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളിൽ പറഞ്ഞു ഈ വരങ്ങളെല്ലാം അന്യോന്യം ശുശ്രൂഷിക്കാനുള്ളതും കൂടെ ആകുന്നു, അന്യോന്യം കരുതുവാനുള്ളതാണ്. ഇതെല്ലാം സഭയുടെ പൊതുപ്രയോജനത്തിന് വേണ്ടി നൽകപ്പെട്ട വരങ്ങളാണ്. അപ്പോൾ ഈ കൃപാവരങ്ങൾ ജ്വലിക്കപ്പെടാതെ ഇരുന്നാൽ സഭ അഭിവൃദ്ധിപ്പെടുകയില്ല.
എല്ലാ അവയവങ്ങൾക്കും കൃപാവരം, ആ അവയവങ്ങൾക്കെല്ലാം കൃപാവരങ്ങൾ ലഭിച്ചതനുസരിച്ച് പുഷ്ടി പ്രാപിക്കുമ്പോഴാണ് ഒരു സഭ സജ്ജമായിരിക്കുന്നത്. ഒരു ഞങ്ങളുടെ ഒരു പ്രിയ സഹോദരീൻ്റെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്ന അവരുടെ ഒരു ബ്രസ്റ്റ് റിവ്യൂ ചെയ്തു. ഒരു കൈ വളരെ ഖനം വെച്ച് അതിൻ്റെ പേരിൽ വന്നു. ഒരു കൈക്ക് വലിയ വണ്ണം ഇപ്പോഴും ഉണ്ട്. അവർ വളരെ കഷ്ടം സഹിച്ചവർ ഒരു കൈ വലിയ അതവർക്ക് ഭാരമാണ്, വലിയ പ്രയാസം അതുകൊണ്ടുണ്ട്. ആ ഒരു കൈ കൊണ്ട് ഒരു കൈക്ക് അവരുടെ ഏതോ നെർവിന് ഓപ്പറേഷന് വന്ന വികലതയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. ഇങ്ങനെ ഒരു സഭയിൽ ഒരാൾ തന്നെ വളർന്നാൽ സഭയ്ക്ക് വലിയ ഭാരമാണ്. അങ്ങനത്തെ ഒത്തിരി ഒറ്റയ്ക്ക് വളർന്ന ആളുകളുണ്ട്, ചില പ്രസംഗികളുണ്ട്, ചില പാട്ടുകാർ സഭയിലുണ്ട്. സഭയിൽ അവർ ആരാധനയോഗത്തിനൊന്നും പാടില്ല, അവർ പുറത്തു പോയി പാടും. സഭയിലുള്ളവരാണ് താനും. സഭയ്ക്കൊരു പ്രയോജനം അവരെ കൊണ്ടില്ല. എനിക്കറിയാം നല്ല പാട്ടുകാർ പലരും ആരാധനയോഗങ്ങൾ പാടാതിരിക്കുന്നവരാണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്ഥലത്തൊരു കൺവെൻഷൻ വെച്ചപ്പോൾ 8 വർഷം മുമ്പാണ്, 9 വർഷമായി. ഞാൻ പറഞ്ഞു സഭയിൽ ആരാധനയോഗങ്ങളിൽ പാടുന്നവർ മതിയെന്ന് ചോദിച്ചു. പാട്ടുകാരോട് എനിക്ക് വിരോധമൊന്നുമില്ല, എൻ്റെ പാട്ടുകാരൊക്കെ പാടുന്ന. ഈ പറഞ്ഞതിന് താല്പര്യം കേൾവിക്കാർ മനസ്സിലാക്കണം. കർത്താവിനെ ആരാധിക്കാൻ പാടുന്ന ആളുകൾക്ക് സുവിശേഷബോധത്തിലും പാടിയിട്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ അത് പൊതുപ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്. സഭയ്ക്ക് പ്രയോജനമില്ലാത്ത ആരും പുറത്തും പ്രയോജനപ്പെടുകയില്ല. അപ്പോൾ ഇത് ഞാനിങ്ങനെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് കൃപാവരങ്ങൾ, ഇത് ഞാൻ ആ കൃപാവരങ്ങളുടെ ഒരു രൂപരേഖയാണ് പറഞ്ഞത്. എല്ലാം വിവരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, സഭയുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവ് പകുത്തു നൽകുകയാണ്. തങ്ങൾക്ക് ഏത് കൃപാവരമാണ് ഉള്ളതെന്ന് തിരിച്ചറിയാനായിട്ട് എന്തു ചെയ്യണമെന്നുള്ളത് അടുത്ത പാഠത്തിൽ ഞാൻ പറയും. കർത്താവിൻ്റെ നാമം ഇതിന് മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.